നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ അവള് ശരിക്കും നല്ല കാഞ്ഞ വിത്ത. എന്ത് ചെയ്തിട്ടാന്നറിയില്ല. ഇപ്പൊ അവളുടെ താളത്തിനൊത്ത് സഞ്ജു തുള്ളുന്നുണ്ട്. ശങ്കരൻ ചത്തിട്ടും അവനെ കൊണ്ടുള്ള ശല്യം തീരുന്നില്ല. അവന്റെ മക്കളാ എനിക്കിപ്പോ ഏറ്റവും വലിയ ഭീഷണി. സ്വപ്നഗിരിയെ പോലെ അല്ല, അവൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കില്ല. പാവമായി അഭിനയിച്ച് എല്ലാവരെയും ഉപയോഗിക്കാൻ അവൾക്ക് നന്നായിട്ട് അറിയാം. അവളുടെ ലക്ഷ്യം ഈ വീടിന്റെ മരുമകളാകുക എന്നതാ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും അവള് മടിക്കില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സഞ്ജുവിന്റെ കൈപിടിച്ച് അവൾ ഈ വീട്ടിലോട്ട് കയറി വരും. അതിന് ഞാൻ ചാവണം. ആ ദാ വന്നല്ലോ അച്ഛന്റെ പുന്നാര മോൻ. സഞ്ജു, നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാനൊരു കൂട്ടുകാരനെ കാണാൻ പോയതായിരുന്നു. കൂട്ടുകാരനാണോ അതോ കൂട്ടുകാരിയാണോ? വെറുതെ നോണ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അച്ഛന് നീ സ്വപ്നയുടെ കൂടെ കറങ്ങാൻ പോയതാണെന്ന് നല്ല കൃത്യമായിട്ട് അറിയാം. ഡാഡി, ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവള് നമ്മളെ തമ്മിലടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ശരി, ഇവള് പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നീ പറ, സ്വപ്നയെ കാണരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടും നീ എന്തിനാ അവളെ കാണാൻ പോയത്? അത് ഞാൻ അവളെ ചതിച്ച് ഗിരിയോട് പകരം വിട്ട. നീ ചതിക്കുന്നത് ഗിരിയല്ല, എന്നെയാ. നിന്നെ കൊണ്ട് ഈ കുടുംബത്തിന് ഇന്നേ വരെ ഒരു ഉപകാരം പോലും ഉണ്ടായിട്ടില്ല. ഉപദ്രവങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ഇതുവരെ നീ കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ സഹിച്ചു. പക്ഷേ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക നീ പൊളിച്ചു.